ഉച്ചനേരത്ത് നല്ലതുപോലെ വിശന്നിരിക്കുമ്പോൾ ഒരു പൊതിച്ചോറ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? വയറും മനസ്സും ഒരുപോലെ നിറയാൻ മലയാളികൾക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ? നമ്മുടെ പൊതിച്ചോറ് കടൽ കടന്നുപോയി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പോഴിതാ നമ്മുടെ പൊതിച്ചോറ് കഴിക്കുന്ന ഒരു ബ്രിട്ടീഷ് വ്ലോഗറുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. റിഷോർട്ട് ഫ്ലേവർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയിൽ യുവാവ് വാഴയില അഴിച്ച് അതിനുള്ളിൽ ഊണ് കഴിക്കുന്നത് കാണാം. ഉച്ചഭക്ഷണത്തിന്റെ പൊതിച്ചോറ്, വാഴയിലയിൽ പൊതിഞ്ഞ കേരള സ്റ്റൈൽ ഉച്ചഭക്ഷണം ലളിതവും സ്വാദിഷ്ടവും വയറ് നിറയ്ക്കുന്നതുമാണ്. വീട്ടിലെ തോട്ടത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പൊതിച്ചോറാണ് എന്ന അടിക്കുറിപ്പും വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. ചോറിനൊപ്പം ഓംലറ്റ്, ഫിഷ് ഫ്രൈ, ഉരുളക്കിഴങ്ങ് കറി, ബീറ്റ്റൂട്ട് തോരൻ, മാങ്ങ അച്ചാർ, വഴുതനക്കറി, ചെമ്മീൻ ചമ്മന്തി എന്നിവ ഉണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് വീഡിയോ കണ്ടത്. തങ്ങളുടെ പൊതിച്ചോറ് കണ്ടതോടെ മലയാളികൾ ഉൾപ്പെടെ കമന്റുമായി അവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. വാഴയിലയിലെ ഭക്ഷണം അതൊരു പ്രത്യേക രുചി തന്നെയാണ് എന്നാണ് ചിലർ കമന്റ് ചെയ്തത്. ചൂട് ചോറും കറിയും വാഴയിലയിൽ പൊതിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും രുചിയുമുണ്ട് അല്ലേ? വാഴയില തുറക്കുമ്പോഴുള്ള ആ ഒരു മണം ആസ്വദിച്ചിട്ടുണ്ടോ? അത് ഇവിടെ ഇരുന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, സൂപ്പർ എന്നാണ് ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ഒരു ആൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്വാദുള്ള വേറെ ആഹാരമില്ല. എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു കമന്റുകൾ? പൊതിച്ചോറ് മലയാളികളുടെ ഒരു വികാരമാണെന്ന് തന്നെ പറയാം. നല്ല തൂശനില വെട്ടി അത് ചെറുതീയിൽ വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് ചോറും കറികളും പൊതിഞ്ഞു വെച്ച് ഉച്ചയ്ക്ക് കഴിക്കാനായി എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം, ആഹാ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും. ആ മണത്തിൽ തന്നെ വയറ് പകുതി നിറയും. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പൊതിച്ചോറാണ് നമ്മൾ പലരും കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പൊതിച്ചോറ് വിൽക്കുന്നുമുണ്ട്. വാഴയിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഴയിലേക്ക് പ്രകൃതിദത്തമായ ഒരു വാക്സ് കോട്ടുണ്ട്. ഇത് ചൂട് ചോറ് വിളമ്പുമ്പോൾ ഉരുകുകയും ചോറിനൊരു പ്രത്യേക മണവും രുചിയും നൽകുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് ഭക്ഷണത്തിലേക്ക് മിക്സ് ആവും, ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കും. വാഴയിലേക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. നല്ല ചൂട് ചോറ് വാഴയിലേക്ക് വരുമ്പോൾ അതിൽ ആൻറ്റി ബാക്ടീരിയൽ ഭാഗത്തെ സജീവമാക്കുകയും ഭക്ഷണത്തിൽ ദോഷകരമായ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. എന്തായാലും പൊതിച്ചോറിൻ്റെ ഗുണവും രുചിയും അത് കഴിച്ചവർക്കറിയാം അത് എത്രമാത്രം ഇതാണ്. മലയാളികളായ ആരും പൊതിച്ചോറ് കഴിക്കാത്തവരായി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. വാഴയിലയിലെ ഗുണങ്ങൾ കിട്ടുക മാത്രമല്ല, കറികൾ കൂടിച്ചേർന്നത് ഭക്ഷണത്തിന് രുചിയും കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഏറ്റവും നമുക്ക് ധാരാളം വാഴയൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പാത്രത്തിൽ കൊണ്ടുപോകാൻ മടിച്ചിട്ട് മാത്രമല്ല, ആ മണം, ഉച്ചയ്ക്കുള്ള ആ ഭക്ഷണത്തിൻ്റെ മണം ആസ്വദിക്കാൻ, ആ രുചി ആസ്വദിക്കാൻ തന്നെ മലയാളി ഒരിക്കലും ഒഴിവാക്കാത്ത ഒന്ന് തന്നെയാണ് പൊതിച്ചോറ്. എന്തായാലും ആ പൊതിച്ചോറ് നമ്മുടെ കടൽ കടന്നുപോയി പലരുടെയും ഹൃദയം കീഴടക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.